ഹലോ, ഞാൻ പെട്ടെന്ന് ചെയ്യുന്നൊരു വീഡിയോ ആണ് ട്ടോ. അതുകൊണ്ട് തന്നെ നേരത്തെ പോസ്റ്റ് ചെയ്ത അതേ ആന്തൂറിയം പ്ലാന്റ്സിൻ്റെ വീഡിയോ തന്നെയാണ് ഇതിലോട്ട് ആഡ് ചെയ്തത്. എനിക്ക് കൂടുതലും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ട് പോലും അത് കറക്റ്റായിട്ട് കാണാതെ ഓർഡർ തരുന്ന കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ആന്തൂറിയം എന്നല്ല ഏത് പ്ലാന്റ്സിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്താലും നിങ്ങൾ ചിന്തിക്കുക, കുറച്ച് ലെങ്തി ആയിട്ടാണ് എപ്പോഴും വീഡിയോ ഇടുന്നത്. അത് ഒരുപാട് കാര്യങ്ങൾ അതിനെപ്പറ്റി നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് സംസാരിക്കുന്നതുകൊണ്ടാണ് അത്രയും വീഡിയോ നീണ്ടു പോകുന്നത് തന്നെ. അപ്പോൾ അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് കാണാൻ ശ്രമിക്കുക. അതിനുശേഷം നിങ്ങൾ വന്നിട്ട് അത് തന്നെ ആവർത്തിച്ച് ചോദിക്കുമ്പോൾ നമുക്ക് ഓർഡർ എടുക്കാൻ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ആന്തൂറിയം, ഞാൻ ഈ കാണിക്കുന്ന ആന്തൂറിയം പ്ലാന്റ്സ് തന്നെയാണ് കഴിഞ്ഞ ലേറ്റസ്റ്റായിട്ട് ചെയ്ത ഒരു വീഡിയോയിലും കാണിച്ചിട്ടുള്ളത്. അതിൽ തന്നെ കൃത്യമായിട്ട് സിംഗിൾ ഷൂട്ട് പ്ലാന്റ് കാണിക്കുന്നുണ്ട്, ന്യൂ സ്റ്റോക്കിലുള്ളത് കേട്ടോ. ന്യൂ സ്റ്റോക്കിലുള്ള സിംഗിൾ ഷൂട്ട് പ്ലാന്റ് കാണിക്കുന്നുണ്ട്, ബുഷി പ്ലാന്റ് കാണിക്കുന്നുണ്ട്. ഓഫർ സെയിൽ 100 രൂപീസിൻ്റെ ഒരു ഓഫർ സെയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഓഫർ സെയിലിലുള്ള ഒരു പ്ലാൻ സൈസും കാണിക്കുന്നുണ്ട്. അതിന് കൃത്യമായിട്ടൊരു പ്ലാൻ സൈസ് കാണിക്കണമെന്നില്ല. നമ്മൾ ആദ്യം തന്നെ കാണിക്കുന്ന ഈ ഒരു എന്താ പറയുക, ആ വൈറ്റ്, ഇപ്പോൾ നിങ്ങൾ കണ്ടതിൽ വൈറ്റ് പോട്ടിൽ നട്ടു വെച്ചിട്ടുള്ള ഒരു ആന്തൂറിയം പ്ലാന്റ് ആണ് സിംഗിൾ ഷൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ആന്തൂറിയം വെറൈറ്റി അനുസരിച്ച് പ്ലാൻ സൈസിന് വ്യത്യാസമുണ്ടോ? ഇപ്പോൾ അത് ഹൈറ്റ് വെച്ച് പോകുന്ന ഒരു പ്ലാന്റ് ആണെങ്കിൽ മിനിയേച്ചറിൽ വരുന്ന സിംഗിൾ ഷൂട്ടിന് അത്രയും ഹൈറ്റ് ഉണ്ടാവുന്നില്ല. ഇത്രയേ ഉള്ളൂ വ്യത്യാസം എന്ന് പറയുന്നത്. പിന്നെ ആന്തൂറിയം പ്ലാന്റ്സ് 100 രൂപയ്ക്കാണ് ഓഫർ സെയിൽ ഞാൻ വീഡിയോ ഇട്ടിട്ടുള്ളത്. അതും ഞാൻ പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾക്ക് ഇന്ന കളേഴ്സ് എന്നും പറഞ്ഞ് ഓർഡർ ചെയ്യാൻ പറ്റത്തില്ല. പകരം 100 രൂപയ്ക്ക് ഇത്രയും വെറൈറ്റി ഇത്രയും കളേഴ്സിൽ ഇപ്പോൾ 5 കളറാണ് നിങ്ങൾ ഓർഡർ ചെയ്യണമെങ്കിൽ 5 പ്ലാന്റ്സും വ്യത്യസ്ത കളറായിരിക്കും നിങ്ങൾക്ക് തരുന്നത്. അങ്ങനെയാണ് ഓർഡർ എടുക്കാൻ സാധിക്കുകയുള്ളൂ. ഇതെല്ലാം ആ വീഡിയോയിൽ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഒത്തിരി ഓർഡറുകൾ അതിലെല്ലാത്തിലും ഈ സെയിം ഡൗട്ട്സ് തന്നെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ ഡൗട്ട്സ് ചോദിക്കുമ്പോൾ നമ്മളതിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ പോലും വീണ്ടും ഇങ്ങനെ ഡൗട്ട്സ് ചോദിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ കൃത്യമായിട്ട് വീഡിയോ ഒന്ന് കാണുക. വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീരാവുന്ന പ്രശ്നമുള്ളൂ. പക്ഷേ കറക്റ്റായിട്ട് വീഡിയോ കണ്ട ആളുകളെല്ലാം കറക്റ്റായിട്ട് തന്നെ ഓർഡർ ചെയ്തു. കാരണം ഈ കാണിക്കുന്നതൊക്കെ ന്യൂ സ്റ്റോക്കാണെന്ന് ഞാൻ പറയുന്നുണ്ട്. അതിൻ്റെ റേറ്റ് ഞാൻ അതിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ കൃത്യമായിട്ട് ആളുകൾ വന്നിട്ട്, മാഡം നിങ്ങൾ ന്യൂ സ്റ്റോക്കിൻ്റെ റേറ്റ് എത്രയാണ്, അതിൻ്റെ റേറ്റ് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. ആകെ സിംഗിൾ ഷൂട്ടിന് മാത്രമാണ് 180 എന്ന് പറഞ്ഞാൽ ബുഷി പ്ലാന്റ് 350ക്കാണ് കൊടുക്കുന്നത്. എപ്പോഴും ആന്തൂറിയം സെയിൽ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ റേറ്റ് മെൻഷൻ ചെയ്യാത്തത്. ഇതിൻ്റെ സിംഗിൾ പ്ലാന്റ്സ് ആണെങ്കിൽ 180 കൊടുക്കുന്നു. ഈ 180 കൊടുക്കുന്ന പ്ലാന്റ്സ് നമ്മൾ ഓൾഡ് സ്റ്റോക്ക്, അതായത് ഇതിപ്പോൾ ന്യൂ സ്റ്റോക്കാണ്, നേരത്തെ സ്റ്റോക്കിൽ വന്നതും നമ്മൾ ഗാർഡനിൽ തന്നെ നട്ടു വെച്ചിരിക്കുന്ന പ്ലാന്റ്സുമാണ് ഈ 100 രൂപയ്ക്ക് കൊടുക്കുന്നത്. പിന്നെ നിങ്ങൾ ചിന്തിക്കുക, ഒരിക്കലും സിംഗിൾ ഷൂട്ട് ആണെങ്കിൽ പോലും ആന്തൂറിയം പ്ലാന്റ്സ് 100 രൂപയ്ക്ക് സെയിൽ ചെയ്യില്ല. അതിൻ്റെ കാര്യവും ഞാൻ പറഞ്ഞു. നമ്മുടെ ഗാർഡനിൽ സ്ഥലം ഇല്ല. ഇപ്പോൾ നമ്മളെ നേരത്തെ തൊട്ടേ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നവർക്കാണെങ്കിൽ അറിയാം, ഒരു ചെറിയ സ്ഥലത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇത്രയും പ്ലാന്റ്സ് കൊണ്ടുവന്ന് വെച്ചിട്ട് സെയിൽ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ തന്നെ ഒരുപാട് പ്ലാന്റ്സ് നട്ടു വയ്ക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ അത്രയും സ്പേസ് പോകും, എനിക്ക് ലോഡ് ഇറക്കാൻ സ്ഥലം ഇല്ലാണ്ടായി. അതുകൊണ്ട് മാത്രമാണ് ഈ 100 രൂപ ഓഫറിലൊന്നും ഇട്ടേക്കുന്നത്. പെട്ടെന്നൊന്നും അതൊന്ന് സെയിലാക്കി പോകാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ ഒരിക്കലും ഈ ആന്തൂറിയം പ്ലാന്റ്സ് ഒന്നും 100 രൂപ അത്രയും കുറവിൽ കിട്ടില്ല കേട്ടോ. അത് നിങ്ങൾ പുറത്ത് നഴ്സറികളിൽ നിന്നൊക്കെ ആന്തൂറിയം കളക്ട് ചെയ്യുന്നവർക്കാണെങ്കിൽ കൃത്യമായിട്ട് അറിയാം, അത്ര റേറ്റ് കുറവിൽ കിട്ടില്ല. എൻ്റെ ഒരു അതാണ് കേട്ടോ. കാരണം നമ്മൾ തന്നെ ആന്തൂറിയം പ്ലാന്റ്സ് കളക്ട് ചെയ്യുന്നത് നല്ലൊരു റേറ്റിലാണ്. റേറ്റ് കൂടിയ ഒരു വെറൈറ്റിയാണ് ഈ ആന്തൂറിയം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഒത്തിരി ആളുകളുടെ സംശയം 3 പ്ലാന്റിനാണോ 100 രൂപ, 4 പ്ലാന്റിനാണോ എന്നൊക്കെയാണ്. അപ്പോൾ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു പ്ലാന്റിനാണ് 100 രൂപ. എന്നാലും ഇങ്ങനെ ഒത്തിരി സംശയങ്ങൾ ചോദിക്കുന്നവരുണ്ട്. നിങ്ങൾ സംശയം ചോദിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷേ അതനുസരിച്ച് റിപ്ലൈ നിങ്ങൾക്ക് കിട്ടാതാവുമ്പോഴത്തേക്കും ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ഒത്തിരി ആളുകളാണ് ഒരേ സമയം ഓർഡർ ചെയ്യുന്നത്. ഞാൻ എത്ര ആളുകൾക്കാണ് മെസ്സേജ് കൊടുക്കുന്നത്, അതും എല്ലാവരും വോയിസാണ് അയക്കുന്നത്. ഈ വോയിസ് ഇരുന്ന് കേട്ടിട്ട് വേണം അതിന് മറുപടി നമ്മൾ പറയാനായിട്ട്. അപ്പോൾ ഞാൻ വേറൊരു സെയിൽ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫോൺ ഹാങ് ആവുന്നുണ്ട്, വോയിസ് അയക്കരുത്. അപ്പോൾ എല്ലാവരും ആ വീഡിയോ കണ്ടിട്ടുണ്ടാവണമെന്നില്ല. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പരമാവധി ടൈപ്പ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഇപ്പോൾ ഞാൻ എളുപ്പത്തിൽ വോയിസ് അയക്കുന്നത് അത്രയും ആളുകൾക്ക് ഓർഡർ എടുത്തിരിക്കുന്നത് കൊണ്ടാണ്. ആ സെയിം ടൈമിൽ തന്നെ ഒത്തിരി ആളുകൾക്ക് റിപ്ലൈ കൊടുക്കുന്നതുകൊണ്ടാണ്, എനിക്ക് ടൈപ്പ് ചെയ്യാനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ് വോയിസ് അയക്കുന്നത്. അപ്പോൾ നിങ്ങൾ എനിക്ക് മാത്രമായിരിക്കുമല്ലോ ആ സമയത്ത് മെസ്സേജ് അയക്കുന്നത്. എൻ്റെ ഒരു ധാരണയാണ് കേട്ടോ. കാരണം ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, തിരക്കൊന്നും ഇല്ലാതെയാണല്ലോ നിങ്ങൾ മെസ്സേജ് അയക്കുന്നത്. അപ്പോൾ ഒന്ന് ടൈപ്പ് ചെയ്ത് അയക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോളുകൾ വരുന്നത്, ഒത്തിരി കോളുകൾ വരുന്നുണ്ട്. കോൾ വഴിയല്ല ഓർഡർ എടുക്കുന്നത്. നിങ്ങൾ എത്ര കോൾ ചെയ്താലും കോൾസ് വഴി ഓർഡർ എടുക്കില്ല. വാട്സപ്പ് മെസ്സേജ് വഴി മാത്രമേ ഓർഡർ എടുക്കുകയുള്ളൂ. പിന്നെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തിട്ട് അപ്പം തന്നെ മെസ്സേജ് കണ്ടില്ലെങ്കിൽ പിന്നെ കോളുകളാണ്.
ഇപ്പോഴും വളരെ തിരക്ക് പിടിച്ചിട്ടാണ് ഞാൻ ഈ വോയിസ് കൊടുക്കുന്നത്. കാരണം സൺഡേ ആണ്, നമുക്ക് ഒരുപാട് പ്രോഗ്രാമുകളും കാര്യങ്ങളും, നമ്മൾ ഇത്രയും ഇത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും അവധിയുള്ള പോലെ തന്നെ സൺഡേ നമുക്കും അവധിയാണ്. പിന്നെ ഈ സെയിൽ വീഡിയോ ഇടുന്നത് നിങ്ങൾ മെസ്സേജ് അയച്ചിടുമ്പോൾ നമ്മൾ ഫ്രീ ടൈമിൽ അത് ചെക്ക് ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു കോൾസ് വഴി ഓർഡർ എടുക്കാൻ നോക്കുന്നവരുടെ പ്രധാന ശ്രദ്ധയ്ക്ക്, കോള് വഴി ഒരു കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. വെറുതെ സംസാരിക്കുക എന്നല്ലാണ്ട് എനിക്ക് ഏറ്റവും കംഫർട്ടബിളായിട്ട് തോന്നുന്നത് ചാറ്റ് വഴിയാണ്. നമുക്ക് പ്ലാനിൻ്റെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പറയാൻ പറ്റും. കോള് വഴി അങ്ങനെയല്ല. ഓർഡർ എടുക്കാൻ വേണ്ടി കോള് അറ്റൻഡ് ചെയ്യുമ്പോൾ അവർക്ക് ഏത് പ്ലാനാണെന്ന് പോലും അറിയില്ലാത്ത സ്ഥിതിയാണ്. ഇന്ന വീഡിയോയിൽ ഇത്ര മിനിറ്റിലിട്ടത് നമുക്കത് അറിയില്ലല്ലോ. നമ്മളെങ്ങനെയാണ് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്, നമ്മളെപ്പോഴാണ് ഇട്ടത്, കളറൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ ഓർഡർ എടുത്തുകൊണ്ടിരുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. ഓർഡർ എടുക്കുന്ന സമയത്ത് ഒത്തിരി കോളുകൾ വരുന്നു, എത്രയോ കോളുകളാണ് ഫോണിലോട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് പ്ലാൻ കിട്ടാൻ വേണ്ടിയായിരിക്കും എത്ര ഇതിൽ കോൾ ചെയ്താലും വാട്സപ്പ് മെസ്സേജ് വഴിയാണ് നമ്മൾ ഓർഡർ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആരും മറക്കണ്ട, നമ്മൾ 100 രൂപ പ്ലാൻസിൻ്റെ ഫോട്ടോസോ കാര്യങ്ങളോ ഒന്നും എക്സ്ട്രാ കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് 100 രൂപ പ്ലാന്റ് വേണമെങ്കിൽ വെറൈറ്റി ആയിട്ടുള്ള 3 കളേഴ്സ് വേണം എന്ന് പറഞ്ഞാൽ ആ 3 കളേഴ്സ് നിങ്ങൾക്ക് അയക്കുന്നത് വ്യത്യസ്തമായിട്ടായിരിക്കും. അല്ലാതെ സെയിം കളർ, എല്ലാവർക്കും അതൊക്കെ ആയിരിക്കും ഡൗട്ട്, 3 കളറും സെയിം ആണോ തരുന്നത്. അല്ല, 3 കളറുകൾ നിങ്ങൾ ഓർഡർ ചെയ്യുന്നുണ്ടെങ്കിൽ 3 വ്യത്യസ്തമായിട്ടാണ് കിട്ടുന്നത്. പിന്നെ എക്സ്ട്രാ പിക്ക് നമ്മൾ റോസ് ഇതുപോലെ സ്റ്റോക്ക് ക്ലിയറൻസ് ചെയ്യാറുണ്ട്. റോസും നമ്മൾ എക്സ്ട്രാ ഒന്നും പിക്ക് കൊടുത്തിട്ടല്ല. 50 രൂപയ്ക്കൊക്കെയാണ് റോസ് സ്റ്റോക്ക് ക്ലിയറൻസ് ചെയ്യുന്നതെങ്കിൽ 50 റോസ് ഒരു 5 എണ്ണം തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 വ്യത്യസ്തമായിട്ടുള്ള റോസുകളാണ് അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത് തന്നെയാണ് ആന്തൂര്യത്തിലും ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആരെങ്കിലും ഓർഡർ ചെയ്യാനായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ കോൾ ചെയ്തിട്ട് കിട്ടുന്നില്ല എന്നൊക്കെ ഉള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇത് കണ്ടിട്ട് മെസ്സേജൊക്കെ കൃത്യമായിട്ട്, സെയിൽ പോസ്റ്റ് ഇടുമ്പോൾ ദയവായി നിങ്ങൾ കൃത്യമായിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക. അത് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ പകുതി സംശയങ്ങൾ മാറും. ആദ്യം അവസാനവും ഒന്ന് ഓടിച്ച് വെറുതെ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരുപാട് മെസ്സേജ് അയക്കാമെന്ന് വിചാരിക്കരുത്. വാട്സപ്പാണ്. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഓർഡറുകൾ മിസ്സാവാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ താഴെ മുതലാണ് ഓർഡർ എടുത്ത് തുടങ്ങുന്നത്. നിങ്ങൾ ഒത്തിരി സംശയങ്ങളും മെസ്സേജുകൾ അയച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓർഡർ മിസ്സാവും. അതുപോലെ സ്റ്റോക്ക് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ പറയാൻ നിങ്ങൾക്ക് മെസ്സേജ് വരുന്നത് ഡിലേ ആവും. അങ്ങനെ സ്റ്റോക്ക് ഔട്ട് ആവാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ 100 രൂപ റോസിൽ ഇങ്ങനെ ഓർഡർ ചെയ്യാണ്ട് സംശയങ്ങൾ മാത്രം ചോദിച്ചിരുന്നവർക്കൊക്കെ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് പ്ലാൻസ്. അപ്പോൾ സ്റ്റോക്ക് ഔട്ട് എന്നാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഓർഡർ ചെയ്യണമെങ്കിൽ കറക്റ്റായിട്ടുള്ള രീതിയിൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലാൻസ് കിട്ടുന്നതാണ്. നമുക്ക് വാട്സപ്പ് വഴി ഓർഡർ ചെയ്യുമ്പോൾ വേറെ വെബ്സൈറ്റ് വഴിയൊക്കെ ഓർഡർ ചെയ്യുന്ന പോലെ ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ആ സ്ക്രീൻഷോട്ട് അയക്കുക. വീഡിയോ കൃത്യമായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് അയക്കുക. ഞാൻ ക്യാഷ് അതിൽ മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ ആ ക്യാഷ് എത്രയാണെന്ന് ഞാൻ പറയും. എത്രയാണ് നിങ്ങൾക്ക് CC അടക്കം അയക്കേണ്ടതെന്ന് പറയും. ഈ ഒരു കാര്യം അവിടെ വരുന്നുള്ളൂ കേട്ടോ, വീഡിയോ കൃത്യമായിട്ട് കണ്ടു കഴിഞ്ഞാൽ. അപ്പം നിങ്ങൾ മാക്സിമം ഒന്ന് സഹകരിക്കുക. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി, അതും ഒത്തിരി അമ്മമാരുടെയും അതുപോലെ തന്നെ സംശയമാണ്. ക്യാഷ് ഓൺ ഡെലിവറി വീട്ടിൽ കൊണ്ടുവന്ന് തരുമോ? നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല. എനിക്ക് തോന്നുന്നു ഈ ഫ്ലിപ്കാർട്ട്, ആമസോൺ അങ്ങനെയൊക്കെ ഓരോ പ്രൊഡക്ട്സൊക്കെ വീട്ടിൽ വരുന്ന പോലെ, അപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി അവിടെ ഉണ്ടല്ലോ, അങ്ങനെയാണെന്ന് ചിന്തിച്ചിട്ടായിരിക്കാം. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ലെന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതെന്തോ ഭയങ്കര ഒരു ബുദ്ധിമുട്ട് പോലെയാണ്. അതെന്താണ് ഇല്ലാത്തത്, വേറെയൊക്കെ വരുന്നുണ്ടല്ലോ. നിങ്ങൾ നോക്കുക, നമുക്ക് ഇങ്ങനെയാണ്, നമ്മുടെ കാർഡിൽ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല. ഗൂഗിൾ പേ വഴി നിങ്ങൾക്ക് പൈസ അയക്കാം, അക്കൗണ്ട് വഴി അയക്കാം. അല്ലാതെ ക്യാഷ് ഓൺ ഡെലിവറി നമ്മൾ ചെയ്യുന്നില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. നമുക്ക് ആ ഒരു സംവിധാനമേ ഉള്ളൂ. അപ്പോൾ അതിൽ നിങ്ങൾ ഓക്കെ പറയുക. അല്ലാതെ എന്തുകൊണ്ടാണ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ലാത്തത്, വേറെ സ്ഥലത്തുണ്ടല്ലോ, വേറെ ഓൺലൈൻ പ്ലാൻ സെയിൽ ചെയ്യുന്നവരുടെ കയ്യിലുണ്ടല്ലോ. അപ്പോൾ ഇതിനൊന്നും ഞാൻ റിപ്ലൈ വാട്സപ്പിൽ കൊടുക്കാറില്ല കേട്ടോ. അങ്ങനെ അടുത്ത ചോദ്യം ഇതാണ്, അതിനൊന്നും എനിക്ക് മറുപടി പറയാനില്ല. എനിക്ക് അവിടെ അതിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയവും ഇല്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക. നമുക്ക് ഇപ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് നമ്മുടെ ഗാർഡൻ ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇല്ലാത്തതുകൊണ്ടാണ്, നിങ്ങളൊന്ന് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ വേഗം വന്ന് വീഡിയോ ചെയ്യാൻ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഓർഡർ എടുക്കുന്ന സമയത്ത് ഇതുപോലുള്ള ഒത്തിരി സംശയങ്ങളാണ്. എല്ലാത്തിനും നമുക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഒരു കാര്യം നമ്മൾ റിപ്ലൈ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു 5-6 മെസ്സേജുകൾ വോയിസാണ് നമുക്ക് വരുന്നത്. നിങ്ങളൊന്ന് ചിന്തിക്കുക, അത് എത്രമാത്രം ഇത്രയോ വോയിസുകൾ നമുക്കിങ്ങനെ വന്നുകൊണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ല ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് അയക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ചെയ്ത് വോയിസ് ഔട്ട് അയക്കണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ഒത്തിരി ലെങ്തി ആയിട്ടുള്ള വോയിസ് ഒന്നും അയച്ചിടരുത്, അത് ശ്രദ്ധിക്കില്ല. പിന്നെ നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല, ഞങ്ങൾ വോയിസിൽ അത് പറഞ്ഞിട്ടുണ്ടെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരാളും ഇത്രയും ലെങ്തി ആയിട്ടുള്ള വോയിസ് ഒന്നും കേൾക്കാൻ താല്പര്യപ്പെടില്ല. നിങ്ങളാണ് ഒരു സ്ഥലത്തുനിന്ന് എന്തെങ്കിലും പ്രൊഡക്റ്റ് വാങ്ങുന്നത്
തുടങ്ങുന്നതെങ്കിൽ കൂടുതൽ അറിയേണ്ടത് നിങ്ങൾക്കാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോൾ ഞാൻ അയക്കുന്ന മെസ്സേജും വോയിസുകളൊക്കെ കൃത്യമായിട്ട് കേൾക്കുക. എനിക്ക് വോയിസ് അയക്കുന്നത് ഞാൻ പറഞ്ഞു ഒത്തിരി മെസ്സേജുകൾക്ക് ആ ടൈമിൽ തന്നെ റിപ്ലൈ കൊടുക്കുന്നതുകൊണ്ടാണ് വോയിസ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അയക്കുന്നത്. അപ്പോൾ നിങ്ങളത് കൃത്യമായിട്ട് കേൾക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ എൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് ഏത് രീതിയിലാണ് ഞാൻ അവതരിപ്പിച്ചതെന്ന് പോലും എനിക്കറിയില്ല കേട്ടോ. ഞാൻ പെട്ടെന്ന് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. തെറ്റായിട്ടൊന്നും പറയാൻ സാധ്യതയില്ല. എൻ്റെ ഒരു അവസ്ഥ മാത്രമാണ് ഇതിലൂടെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ കൃത്യമായിട്ട് കണ്ടിട്ട് ഓർഡർ ചെയ്യുക.